ചെറുകിട മൈക്രോ വ്യവസായങ്ങൾക്ക് 1.5 ലക്ഷം കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. യുവാക്കൾക്ക് ചെറുകിട വ്യവസായങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കയറ്റുമതി സംരംഭങ്ങൾക്ക് 20 കോടി വായ്പ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. വിശദാംശങ്ങൾക്കായി ധനസുമോദിലേക്ക് ഒരിക്കൽ കൂടി. Will be launched for 5 lakh women, scheduled castes and scheduled tribes, first-time entrepreneurs. This will provide term loans up to 2 crore rupees during the next 5 years. The scheme will incorporate lessons from the successful Stand Up India scheme. Online capacity building for entrepreneurship and managerial skills will also be organized. Measures for labor-intensive sectors. To promote employment and entrepreneurship opportunities in labor-intensive sectors, our government will undertake specific policy and facilitation measures. ധനസുമോദിലേക്കാണ്. സുമോദ്, ഒരു ബജറ്റ് പ്രഖ്യാപനം കഴിയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ അടിസ്ഥാന വിഭാഗമായ കർഷകർ, നമ്മുടെ അന്നദാതാക്കൾക്ക് അവർക്ക് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ അതിന്റെ ഒരു പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളത് അവർക്ക് ആശ്വാസകരമാണെങ്കിൽ പോലും അവർ വിവിധ കുറേ കാലങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ ചെയ്യുകയായിരുന്നു. അതായത് അവരുടെ മിനിമം താങ്ങുവില ഉറപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങളില്ലാതെ തന്നെ ഈ കർഷക വിഭാഗത്തെ അവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാതെ തഴഞ്ഞു ഈ ബജറ്റ് എന്നുകൂടെ നമുക്ക് പറഞ്ഞൂടെ? ഇപ്പോൾ കർഷകർ സമരം ഇന്നിപ്പോൾ അവിടെ ഖനൌരിയിൽ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഡൽഹി ചലോ മാർച്ച് ഹരിയാനയുടെ അതിർത്തി പോലും കടന്ന്, പഞ്ചാബിലെ ഹരിയാനയുടെ അതിർത്തി പോലും കടന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം ഈ തരത്തിലുള്ള ഒരു വായ്പ എടുത്ത് വീണ്ടും വായ്പയിൽ കുരുക്കിയിടുക എന്നുള്ളതല്ല. കാര്യം ഒരു കർഷകന് കൃഷി ഇറക്കണമെങ്കിൽ വിളക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകണം, അതിന്റെ വില ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെ കൃത്യമായി സർക്കാർ ഉറപ്പ് നൽകണം. അതാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് നേരത്തെ ഈ പി സായിനാഥ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവർ ഈ കർഷകരോട് സംസാരിച്ച് അവരുടെ ഗ്രാമീണ മേഖല റിപ്പോർട്ടിംഗിൽ പറയാറുണ്ട്, ഈ വിളവെടുത്ത് കഴിയുമ്പോൾ സവാള ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ഇത് വിളവെടുക്കാത്ത സമയത്ത് ഇത് 60 രൂപ 70 രൂപ വരെയൊക്കെ വരുമെങ്കിൽ പോലും ഒരു വിളവെടുത്ത് കഴിയുന്ന സമയത്ത് ഒരു 10 രൂപയിൽ താഴെയാണ് പോകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ കാർഷിക വിഭവങ്ങൾ അവർ വിളവെടുത്തതിന് ശേഷം പലപ്പോഴും ചീച്ചു കളയോ അല്ലെങ്കിൽ കത്തിച്ചു കളയോ ഒക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. കാര്യം അവരുടെ ഒരു അധ്വാനത്തിന്റെ തുക പോലും പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വിളവ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിത്ത് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വിളയായി വരുമ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുക, സർക്കാർ കൃത്യമായ ഒരു തുക ഇതിന് നൽകിക്കോളാം എന്നുള്ള ഒരു ഉറപ്പാണ് ഈ MSP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ MSP വേണം എന്നുള്ളൊരു കാര്യം നിരന്തരം കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആവശ്യത്തിൽ കർഷക സംഘടനകൾ ഇപ്പോൾ സമരം ചെയ്യുന്നവർ സംയുക്ത കിസാൻ മോർച്ച 2ആയി പിരിഞ്ഞെങ്കിൽ പോലും ഈ 2 നോൺ പൊളിറ്റിക്കലും SKM രണ്ടുപേരും 2 കൂട്ടരും നിരന്തരം ആവശ്യപ്പെടുന്നത് ഇതിനു വേണ്ടി പ്രത്യേകം ചെയ്യണം. അതായത് ഈ ഉറപ്പ് നൽകണം, വിളകൾക്കുള്ള ഒരു വില ഉറപ്പ് നൽകണം, MSP ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു താഴെ തട്ടിലുള്ള ഒരു കേന്ദ്ര മന്ത്രി അടക്കമുള്ളവർ പോയി കർഷകരോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, ഒരു സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ ാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഇവർ ആരോടാണ് സംസാരിക്കേണ്ടത്, ഏത് കർഷക സംഘടനകളോടാണ് സംസാരിക്കേണ്ടതെന്നുള്ളൊരു കാര്യം പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കാർഷിക വിഭാഗത്തെ, കർഷക സമരത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള, അവരുടെ ആവശ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, കിസാൻ കാർഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ധാന്യ യോജന തുടങ്ങിയവയെല്ലാം 1,75,00,000 കർഷകർക്ക് ഇതിന്റെ ഒരു പ്രയോജനം ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ പോലും ഇത് വിളവെടുത്ത് കഴിയുമ്പോൾ ഇതിന് വിലയില്ലെങ്കിൽ പിന്നീട് ഈ കർഷകന്റെ അധ്വാനം പോലും ലഭിക്കാത്ത, അതിനുള്ള തുക പോലും കിട്ടാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർഷക സംഘടനകൾ ഈ ബജറ്റിനോട്, പ്രതിപക്ഷവും ഇനിയും അവരുടെ ബജറ്റ് പഠിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു 5 മണിയോടുകൂടി അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ബജറ്റ് പഠിച്ച ശേഷം ഈ കർഷക സംഘടനാ നേതാക്കളിലേക്ക് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ധനസുമോദൊപ്പം തന്നെ
സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായിരുന്നു ഈ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ളത്. അക്കാര്യത്തിലും കൃത്യമായ ഒരു തീരുമാനം ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം സംസ്ഥാനങ്ങൾക്ക് 1.5 ലക്ഷം കോടിയുടെ പലിശരഹിത വായ്പ നൽകാമെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കടമെടുപ്പ് പരിധി ഉയർത്താത്തത് ഇതിലൂടെ മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുമോ? 1.5 ലക്ഷം കോടി രൂപയാണ് കടം നൽകാനായിട്ട് തന്നെ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് 50 വർഷത്തേക്ക് അത്രയും സമയമെടുത്ത് തിരിച്ചടച്ചാൽ മതി എന്നുള്ള ഒരു ആനുകൂല്യം കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും കടം തന്നെയാണ്. അതായത് ഇപ്പോൾ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ GST രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെയിൽസ് ടാക്സ് പിരിവിന്റെ രീതി ഉണ്ടായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് സംഭവിക്കുന്ന നഷ്ടം 12,000 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ ഈ നഷ്ടത്തിനുള്ള ഒരു പാക്കേജ് നൽകണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടത്. കാര്യം കഴിഞ്ഞ ഒരു 5 വർഷമായി ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരുന്നൊരു കാര്യം GST നടപ്പിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് ഒരു ഗ്രാന്റ് എന്ന രീതിയിൽ നഷ്ടം നികത്താനുള്ള ഒരു തുക നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ കഴിഞ്ഞ വർഷത്തോടുകൂടി ഈ തുക നൽകുന്നത് അവസാനിപ്പിച്ചു. മാത്രമല്ല 2023 ആയപ്പോഴേക്കും കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്ത ഒരു വലിയ ഒരു അനീതി എന്ന് തന്നെ പറഞ്ഞ് കേരളം സുപ്രീം കോടതിയിലെത്തിയത് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇത്ര രൂപ കടമെടുക്കാം എന്ന അനുസരിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതനുസരിച്ച് പദ്ധതികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്താണ് ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്ന പല കാര്യങ്ങളും അത് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫെഡറൽ സംവിധാനത്തിനും ഫെഡറലിസത്തിനും എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ഒരു ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രത്യേക ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതും കാര്യം കേരളം സമർപ്പിച്ചിരുന്ന ഹർജിയിൽ കൃത്യമായ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഹർജി ഫയൽ സ്വീകരിച്ചത്. സാധാരണ ഹൈക്കോടതി ഉൾപ്പെടെയുള്ളത് വാദം നടത്തിയിട്ടല്ല ഹർജി സ്വീകരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ഹർജി ഫയൽ സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇതിൽ പ്രാഥമികമായി കഴമ്പുണ്ടോ എന്നുള്ള ഒരു പരിശോധന കോടതിയിൽ നടത്താറുണ്ട്. അങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴാണ് കേരളത്തോട് കാണിക്കുന്ന വലിയൊരു അനീതി കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കോടതി പിന്നീട് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു പ്രസ്താവന അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉച്ചയോടുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനം അറിയിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു കേരളത്തിനൊരു നിലപാട് വ്യക്തമാക്കുക.